ഹായ്. സൈബർ ബുള്ളിങ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കര വലിയ ഒഫൻസാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണത്ര ചെറിയ കുറ്റമല്ല അത്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഗൾഫിലെ കാര്യം പറയാം കേട്ടോ. VPN യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ VPN ഈസ് നോട്ട് എന്താ പറയുക ലീഗലൈസ്ഡ്. പക്ഷേ അതിലെന്താണ് ഇപ്പോൾ പ്രശ്നത്തിൽ ആരും പെടാത്തതെന്ന് വെച്ചാൽ VPN ഉപയോഗിച്ചിട്ട് വലിയ ഇല്ലീഗൽ സൈറ്റ്സിലൊന്നും കയറാതെ, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ കയറുന്നതുകൊണ്ടായിരിക്കാം പിടിക്കപ്പെടാത്തത്. പക്ഷേ ആക്ച്വലി VPN ഉപയോഗിക്കുന്നവർക്ക് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈൻ വരാം. മാത്രമല്ല അത് എന്ത് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ സപ്പോസ് ഇവിടെ അനുവദിച്ചിട്ടില്ലാത്ത സൈറ്റ്സിലൊക്കെ കയറിയിട്ട് ബ്രൗസ് ചെയ്ത് പോൺ സൈറ്റ്സും അതുപോലെയുള്ള കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും സെക്ഷുവൽ ആക്ടിവിറ്റീസൊക്കെ എടുത്തു വെച്ച് കുട്ടികളുടെ നഗ്നത ഇതൊക്കെ ചെയ്യുന്ന പല 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 ക്രൂഡ് ബിസിനസ്സസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഡാർക്ക് വെബിൽ. അതിലൊക്കെ പോയിട്ട് ബ്രൗസ് ചെയ്യാതിരിക്കുക. എന്തിനാണ് നമ്മൾ നമ്മുടെ ഒരു നല്ല ഭാവി നമ്മൾ നശിപ്പിക്കുന്നത് അല്ലേ? പിന്നെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, വളരെ 5 ലക്ഷം AED എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വരെ ഫൈൻ കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റമാണ് ഇവിടെ. പിന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ വേറെ ഉണ്ടാവും, അവിടെയും പിടിച്ചിടും. ഇവിടെ നിന്ന് ചിലപ്പോൾ ഡീപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഇല്ലേ, ഇപ്പോൾ ഖത്തറിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി കൈമാറും. അവർക്ക് എന്തിനാ ഈ കുറ്റവാളികളെ സംരക്ഷിക്കേണ്ട ആവശ്യം? ഇത് അപ്പം ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? രാത്രി ബോറടിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടു, അതിനകത്തൊരു കമൻറ്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു ശരിയല്ലാത്തൊരു വാർത്ത കണ്ടപ്പോൾ രസം തോന്നി, അതൊന്ന് ഫോർവേഡ് ചെയ്ത് വിട്ടു. ചെയ്യരുത്. ഞാൻ പറയുന്നത് ഈ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ വൈഫ് ഒളിച്ചോടി പോയെന്നും പറഞ്ഞൊരു വാർത്ത ആരൊക്കെയോ ഇങ്ങനെ ഈ ചെറിയ ആൾക്കാർ കണ്ടിട്ടില്ലേ, പല പല രീതിയിൽ വാർത്തകൾ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ആൾക്കാർ പോയി നോക്കും, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ അതിങ്ങനെ കണ്ടോ, ഇത് കേട്ടോ, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ. അതായത് പണ്ട് നമ്മളുടെ ചന്തകളിൻ്റെ സൈഡിലൊക്കെ ആൾക്കാരിരുന്ന് പറയില്ലേ, നീ അറിഞ്ഞായിരുന്നോ ഇന്നാളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു, അവിടെ കള്ളം കയറിയപ്പോൾ പിടിച്ചതാ, പക്ഷെ മിണ്ടി കൊടുത്തില്ല, 100 പവൻ ഉണ്ടായിരുന്നു അവിടെ എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അയാൾക്ക് അവിടെ നിന്ന് 100 പവൻ വരുന്നത്, ഇയാളും കള്ളനാണോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ പറയണത്? ഒരുപക്ഷെ ആ പാവം സമ്പാദിച്ചു വെച്ചിരുന്നതായിരിക്കാം, ആരെയും കാണിക്കാതെ വെൽത്ത് ഹൈഡ് ചെയ്ത് വെച്ചതായിരിക്കാം എന്തോ. പക്ഷെ ഇങ്ങനെ പണ്ട് കവലകളിൽ നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയണത്, വായ കൊണ്ട് ഇങ്ങനെ ചൈനീസ് വിസ്പർ പോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരാളുടെ കഥയിലേക്ക് പറയുന്ന ഒരു ഗെയിമില്ലേ, അതാണ് ചൈനീസ് വിസ്പർ. അതായത് ഇവിടെ നിന്ന് ഞാൻ ആന എന്ന് പറയും, അങ്ങനെ പതുക്കെ പറയുള്ളൂ. അപ്പോൾ അയാൾ അവിടെ നിന്ന് കേൾക്കണ ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും അയാൾ കേട്ടത്, അല്ലെങ്കിൽ എന്തായിരുന്നു പറഞ്ഞ ആത്താന്നോ, അപ്പോൾ വേദന ആത്ത എന്ന് പറയും. അവിടെ ചെല്ലുമ്പോഴേക്കും അത് ആടായിട്ട് മാറും. കേട്ടിട്ടില്ലേ ഇത് ചൈനീസ് വിസ്പർ പോലെ? സോ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർക്കാൻ പറയുന്ന ചിലർക്ക് ഇഷ്ടാവില്ല അല്ലേ? അയ്യോ ഞങ്ങൾ എത്തിസ്റ്റാ ചേച്ചി എന്ന് പറയും. നിങ്ങൾ അപവാദങ്ങൾ പറഞ്ഞു പരുത്തല്ലേ? അപവാദങ്ങൾ പറഞ്ഞു പരുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവാറുണ്ടോ? ശരി, നടന്ന കാര്യം തന്നെയാണെന്നിരിക്കട്ടെ, അത് നിങ്ങളിങ്ങനെ ഉലയിൽ ഇങ്ങനെ ഊതി പൊന്നൊരുക്കുന്ന പോലെ ഉരുക്കി നിങ്ങൾ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ്? ആലോചിച്ച് നോക്കൂ, ശരിക്കിരുന്ന് ആലോചിക്കൂ. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വൈഫിനെ പറ്റി പറഞ്ഞ അദ്ദേഹം വെറുതെ ഇരിക്കുമോ? പറഞ്ഞു, ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ പോവാണ്. അദ്ദേഹം പല എംബസികളിലും അവിടെ ഇവിടെയൊക്കെ മെയിലൊക്കെ അയച്ചു. അവരിപ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ അടിയിൽ ചെന്നിരുന്ന് അബ്യൂസീവായിട്ട് കമൻറ്റ് ചെയ്യുകയോ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ ഇപ്പോൾ ഒരാളുടെ ഫോണിൽ നിന്ന് ഒരു 10-20 പേർക്ക്, ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ കാണില്ലേ, നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഇപ്പം എൻ്റെ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ചിലർ അങ്ങനെ കൊടുക്കും. അപ്പോൾ അത് പ്രചരിപ്പിക്കുകയാണല്ലോ, അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പം
കിട്ടുന്ന ഒരു പ്രചാരണം പോലെ തന്നെയല്ലേ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒക്കെ അപവാദം പറയുന്നത്. അത് ഇതിൽ കിടക്കുകയല്ലേ. അത് പിന്നെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും, ബട്ട് സ്റ്റിൽ നോ. അവർക്കുണ്ടാക്കുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുടുംബത്തിന് ഇതൊരു വിഷമമായിരിക്കും അല്ലേ. ആ സ്ത്രീക്കൊക്കെ അവരുടെ ഭാര്യയെ പറ്റിയിട്ട് ചില എല്ലാം കണ്ടിട്ടില്ലേ. ഇപ്പം രാഷ്ട്രീയക്കാരെ പറ്റി പിന്നെ പറയാനേ ഇല്ല, വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ പറയും. അത് പിന്നെ അവർ തൃണവൽഗണിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കലല്ലേ ഇവരുടെ പണി. അത് നമുക്ക് എന്താ പറയുക, മാങ്ങയുള്ള മാവിനെ കല്ലെറിയൂ എന്നുള്ള പക്ഷത്തിൽ എല്ലാവരും അത് വിട്ട് കളഞ്ഞേക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആവശ്യമില്ലാതെ സ്ത്രീകളെ വേദനിപ്പിക്കുന്നത് കർമ്മദോഷമാണ് കേട്ടോ. ഒരു കഥ പറയാം ഞാൻ. ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കതിങ്ങനെ എവിടെയാണ് ഞാൻ പറയാൻ പറ്റുക. പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഒരു സ്ത്രീയുടെ വേദന എന്ന് പറയുന്നത് ഒരാൾക്കും മനസ്സിലാവില്ല. വളരെ വേദനാജനകമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതും. അതിനെപ്പറ്റി നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പണ്ടൊരു ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരാൾ എൻ്റെ തോളത്ത് ചാരി നിന്നപ്പോൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞതിന് എന്നെ അയാൾ ഇറങ്ങിയിട്ട് വളരെ അബ്യൂസീവായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പോലും പറഞ്ഞില്ല അയ്യോ ആ കുട്ടി അതിന് എന്ത് തെറ്റാ ചെയ്ത് ഇതിന് മാത്രം ചീത്ത പറയുന്നത്. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. അതായത് സ്റ്റാൻഡിങ് ഓൺ യുവർ ഫീറ്റ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നിന്ന് സംസാരിക്കുമ്പോഴും ആളുകൾ നമ്മളെ നോക്കി പുച്ഛിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പെൺകുട്ടികളെ, നിങ്ങളുണ്ടല്ലോ, ധൈര്യത്തോടെ നിന്നോളണം. നീ ആരാണ് എന്നെ അങ്ങനെ പറയാനെന്നുള്ളത് ചോദിക്കണം കേട്ടോ. അത് വരട്ടെ, അതിനകത്തേക്ക് വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു കഥ പറയാവേ. മുകുന്ദാനന്ദ സ്വാമിയുടെ പ്രഭാഷണത്തിൽ നിന്ന് കിട്ടിയ കഥയാണ്. സ്വാമിജി പറയുണ്ടായി, ഒരു പരുന്തും ഒരു എന്താ പറയുക, പരുന്ത് വളരെ ഉയരത്തിലല്ലേ പറക്കുക. അപ്പോൾ പരുന്ത് ഇങ്ങനെ പറന്ന് പോകുമ്പോൾ അതിൻ്റെ കാലിലൊരു ഡെഡ് സ്നേക്ക് ഉണ്ടായിരുന്നു. അതെവിടെ പോയി കൊണ്ടുവന്ന് വെച്ച് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം വലിയ ഒരു ഭോജൻ നടത്തുന്നുണ്ടായിരുന്നു. ആ ഭോജൻ്റെ അവിടെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്തു. ഈ പരുന്ത് എന്താ പറയണേ, ഇതിനെ ഡ്രോപ്പ് ചെയ്തു. അതിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ അത് വീണിട്ട് ആ ഭോജൻ കഴിച്ച ബ്രാഹ്മിൻസിനൊക്കെ സുഖമില്ലുണ്ടായി. ആ ഭോജനം ബ്രാഹ്മണർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഉണ്ടാക്കിയതാണ്. ആ കുക്സ് കണ്ടുമില്ല. പെട്ടെന്ന് ഒരു വിങ്ക് ഓഫ് ദ മൊമെൻറ്റിൽ അത് വീഴുകയും ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കിടന്നത് ഉണ്ടായത് ആരും അറിഞ്ഞില്ല. ബ്രാഹ്മണന്മാർക്ക് സുഖമില്ലാണ്ട് ഛർദ്ദിക്കാൻ തുടങ്ങി 1-2 പേര് മരിച്ചും പോയി. അപ്പം ചിത്രഗുപ്തൻ മുകളിലിരുന്ന് ഇങ്ങനെ കണക്കെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഈ കർമ്മക്കണക്ക് ഞാൻ ആരിലെഴുതും? രാജാവ് വായ മനസ്സിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ രാജാവിൻ്റെ പേരിൽ എഴുതും? പരുന്തും പാമ്പും പിന്നെ ജീവികളല്ല, പിന്നെ ഇൻ്റലക്റ്റ് ഉള്ള ആൾക്കാരല്ലല്ലോ, ഉള്ള മൃഗങ്ങളല്ലല്ലോ. അപ്പോൾ അവരെ പറ്റില്ല, ആ പക്ഷിയെയും അതിനെ പറ്റില്ല. അപ്പം ഇനി ഞാൻ ഇത് എന്ത് ചെയ്യുന്നു ഓർത്തിരിക്കുമ്പം വഴിയിലിരുന്നിട്ട് ഒരു ലേഡി വന്ന് പൂ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ബ്രാഹ്മിൻസ് ഈ ഭോജനശാലയിലേക്ക് നടക്കുവാണ്. അപ്പോൾ ചോദിക്കും, അമ്മ ഇവിടെ ഒരു ബ്രാഹ്മണ ഭോജനം നടത്തുന്നില്ലേ രാജാവ്, അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അയ്യോ ദേവിടാ നിങ്ങൾ അങ്ങോട്ട് പോകണോ? പോലെ അവിടെ ആ രാജാവ് ഭോജനം നടത്തുന്നത് ഇവരെ ആൾക്കാരെ കൊല്ലാനത്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ആശുപത്രി പോയിട്ടേ ഉള്ളൂ, വൈദ്യൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ പോകാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പേടിച്ചിട്ട് അയ്യോ അങ്ങനെയാണോ, അയ്യോ നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോകും. അപ്പോൾ ചിത്രഗുപ്തൻ പറയും, എഴുതിക്കോളൂ. എന്താ? ആ ലേഡിയുടെ പേര് എഴുതി വെച്ചോളൂ കർമ്മക്കണക്കിൽ. എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ അറിയാതെ അവർ പറയുകയാണ് കേട്ടോ. സത്യാവസ്ഥ. ആ രാജാവിൻ്റെ തലയിലേക്ക് ആ കുറ്റച്ചാർത്ത് കൊടുത്തില്ലേ, എന്തെങ്കിലും ശരിയാണോ ആ പറഞ്ഞത്? രാജാവ് അറിഞ്ഞിട്ടുള്ള കാര്യമാണോ? രാജാവാണോ വിഷം ചേർത്ത് ആ ബ്രാഹ്മണന്മാരെ കൊല്ലാനായിട്ട് രാജാവ് വിചാരിച്ചിരുന്നു? ഇല്ലല്ലോ. വായ മനസ്സാ വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മക്കണക്ക് നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന്, ഞാനിത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുമായിരിക്കും. പലരും പറയും ഇവർക്ക് വട്ടായിരിക്കും. അയ്യോ പിന്നെ ഇതൊക്കെ ഇന്നത്തെ കാലത്തും ഇതൊക്കെ നടക്കും. വേദന എന്ന് പറയുന്നതും ഹൃദയവേദന എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് അപ്പം തന്നെ നടക്കും മക്കളെ, നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾ ഇതിൽ എൻ്റെ പ്രായമുള്ള ചേച്ചിമാർ, ഞാൻ പറഞ്ഞില്ലേ, അനുജത്തിമാരും ഉണ്ട്, ചേച്ചിമാരും ഉണ്ട്, സമപ്രായക്കാരും ഉണ്ട്. അവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത്. അതൊരു വല്ലാത്ത തീവ്രമായ ഒരു വേദനയാണ് കേട്ടോ. നമ്മളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു വിരൽ ഞാൻ നിങ്ങളോട് ചൂണ്ടുമ്പോൾ നോക്കൂ, 3 എണ്ണം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ.
ഇങ്ങനെയാണ് ചൂണ്ടി നിൽക്കുന്നത്. ഈ 3 ഞാൻ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഭാര്യമാരെ പറ്റിയും മറ്റുള്ളവരുടെ മക്കളെ പറ്റിയും ഒന്നും അപവാദം പറഞ്ഞ് നിങ്ങൾ പരത്തല്ലേ. നിങ്ങളത് അങ്ങനെ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് സമർത്ഥിക്കുന്നത്? അത് ശരിയാണെന്ന് സമർത്ഥിക്കുകയും ഇവരുടെ ജീവിതം നന്നായി പോകുന്നത് കണ്ടിട്ടുള്ള അസൂയ കൊണ്ടായിരിക്കില്ലേ നിങ്ങൾ അങ്ങനെ സമർത്ഥിക്കുന്നതും ഇത് ഇങ്ങനെ പകർന്നു പോകുന്നതും അല്ലേ? മറുനാടൻ എന്ന് പറഞ്ഞ ചാനൽ എന്ന് കേട്ട് നോക്കുക. അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റി ഈ പറഞ്ഞ വേറെ ഒരു ചാനലിൽ ഇതുപോലെ ഇങ്ങനെ കട്ടു മോട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ബുള്ളറ്റിൻ ഇറക്കിയത്ര. ആ സ്ത്രീക്ക് സ്പോർട്സ് താരമാണ് അയാളുടെ ഭാര്യ. ഭയങ്കര പ്രയാസമായി എന്നാണ് പറയണത്. ജീവിതത്തിൽ എത്രയോ ദിവസങ്ങൾ എത്രയോ രാത്രികൾ അവർ ഉറങ്ങാതെ കിടന്ന് വിഷമിച്ച് കാണും അല്ലേ? അപ്പോൾ അവരുടെ ആ വിഷമത്തിൻ്റെ കർമ്മക്കണക്കൊക്കെ എവിടെയായിരിക്കും ചെന്ന് ചേരുന്നത്? മനസ്സിലായോ? ഈ പറഞ്ഞ കഥയാണ് നടന്നത്. നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരൽ നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്ന് മറക്കരുത്. ഏത് മാധ്യമപ്രവർത്തകനാണെങ്കിലും ഏത് സാധാരണക്കാരനാണെങ്കിലും ഏത് പ്രായമുള്ളവരാണെങ്കിലും മറക്കരുത്. നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കുക. മനുഷ്യരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് നേട്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്കോ കല്ലുവാരിയിടണം? ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയിലേക്ക് നിങ്ങൾ ഒരു പോണ്ട് ശാന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു കലം ചരല് വാരി അതിലിട്ട് പ്രകമ്പനം സൃഷ്ടിക്കുന്നത്? ആലോചിക്കാറുണ്ടോ? അതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ആ പ്രകമ്പനം, ആ റിപ്പിൾസ് നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ ഒരു ദിവസം. ഇത് ആലോചിക്കണം. ഇത് എപ്പോഴും ആലോചിച്ചിരിക്കണം. ഇപ്പം മുകുന്ദാനന്ദ സ്വാമി പറഞ്ഞ ആ കർമ്മക്കണക്കിൻ്റെ കണക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കറക്റ്റ് അല്ലേ? ആ സ്ത്രീ മാത്രമാണ് അവിടെ ഒരു കുറ്റമായിട്ട് പറഞ്ഞുള്ളൂ. മറ്റത് ആരുടെയും കുറ്റമല്ലായിരുന്നു. രാജാവിൻ്റെ തലയിലേക്ക് അത് ചാരാൻ നോക്കി അല്ലേ? രാജാവാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയണേ എന്താ പറയണേ അതിന് ഡോണ്ട് ഫോർവേഡ് ഇറ്റ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ചെങ്ങല നമ്മളിവിടെ ബ്രേക്ക് ചെയ്യൂ. കാരണം UAE വന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ഇതായിട്ടായിരിക്കുമല്ലോ ഇവിടെ വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ ഒരു നിമിഷത്തെ ഒരു ചപലത കൊണ്ട് നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ ഫേസ് ചെയ്ത് ജോലിയില്ലാതെ ആവില്ലേ? ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിയിട്ട് അപവാദം പറയുകയും ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ഒരു ആളെ എനിക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനായിരുന്നു മാറി താമസിക്കണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. ഇന്നത്തെ കാലങ്ങളിലൊക്കെ കുറച്ച് നിങ്ങളുടെ ജോലി സ്ഥലത്ത് താമസിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് എന്നെ വല്ലാണ്ട് അവഹേളിച്ചു ഒരാൾ. വളരെ മോശമായിട്ടുള്ള രീതിയിൽ മലയാളത്തിൽ ആരും വായുകൊണ്ട് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു വേർഡ് ആ പയ്യൻ ഉപയോഗിച്ചു. ഞാൻ ആ പയ്യനെ കണ്ടുപിടിച്ചു. ആരാണ് എന്ന് എൻ്റെ പിന്നാലെ പോയി നോക്കി അതിൻ്റെ വൈഫിന് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. അപ്പോൾ അതിലെന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നിൻ്റെ ഭർത്താവ് ഇതുപോലെ മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ പറയുന്ന കൂട്ടി ദൈവത്തെ ഓർത്ത് ആ ഭർത്താവിന് നന്മ പറഞ്ഞു കൊടുക്കൂ. ഇങ്ങനെയൊന്നും ആരെയും അവഹേളിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ സപ്പോസ് അയാൾ വേറെ എന്തെങ്കിലും ഒരു പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് എന്നെ വന്ന് അങ്ങനെ ഇനിയും പറയാം അയാൾക്ക്, ഞാൻ അതിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാമെന്ന് മാത്രം. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫാൾസ് ഐഡൻറ്റിറ്റി ക്രിയേഷൻ അല്ലേ? അതിനും വലിയ ശിക്ഷയാണ് UAE. അപ്പോൾ ഫാൾസ് ഐഡൻറ്റിറ്റി ക്രിയേഷൻ, പിന്നെ ഇതുപോലെ സൈബർ ബുള്ളിയിങ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ഒരു 2-3 വർഷം അകത്ത് കിടന്നിട്ട് കുറച്ച് പൈസ മേടിച്ചിട്ട് വിടും. അത്രയും സീരിയസ്നെസ് അവിടെ ഇല്ല. എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടുന്നേ ഉള്ളൂ. എന്നാലും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് 3 മാസം പോയിട്ട് 1 മാസം പോയിട്ട് ഒന്ന് ജയിലിൽ പോയിട്ട് വന്നാൽ തന്നെ അവർക്ക് സങ്കടമായിരിക്കും അല്ലേ? അപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? ഡോണ്ട് ഡൂ ദാറ്റ്. നിങ്ങളുടെ അമ്മയെ പോലെ നിങ്ങളുടെ സഹോദരിയെ പോലെ തന്നെയാണ് ഓരോ സ്ത്രീകളും ഇവിടെ വന്ന് സംസാരിക്കുന്നവരും. ഞാനൊക്കെ എത്രത്തോളം കറേജിയസ് ആയതുകൊണ്ടായിരിക്കും ഞാൻ വന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഞാൻ എന്തിനു പറയണം അതെല്ലാം?
അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? എനിക്ക് മറച്ചു വയ്ക്കാമല്ലേ വേണമെങ്കിൽ, പല കാര്യങ്ങളും എനിക്ക് മറച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഞാൻ ഇതിൽ കാണുന്ന ഈ ബുക്കിൽ കാണുന്നത് പറയാൻ വന്നിരിക്കുന്നതാണ്, അതല്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഓരോ ലെസൺസും ഓരോ പേജും മറിച്ച് നിങ്ങളോട് സംവദിക്കുന്നത്. എൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. എൻ്റെ പുറകിൽ നടന്നു വരുന്ന പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ധൈര്യമുണ്ടാകണം. നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങളുടെ തലയിലേക്ക് ആരും വന്നു കയറാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു തരുണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പതർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് നിങ്ങളുടെ തലയിലേറ്റി അയ്യോ ഞാനിങ്ങനെ ചെയ്ത് കരഞ്ഞ് അതിൻ്റെ കാര്യമില്ല. ഇറ്റ്സ് ഡൺ. പാസ്റ്റ് ഇസ് പാസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ എതിർക്കുക തന്നെ വേണം കേട്ടോ. ഞാൻ വളരെ ഇമോഷണലായിട്ട് തന്നെയാണ് പറയുന്നത്. അനുഭവം ഗുരു. ഓക്കെ, അത് അനുഭവത്തിൽ നിന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും ഞാൻ വളരെ സ്റ്റേണായിട്ട് എതിർക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മദർ ഇൻ ലോയോ അല്ലെങ്കിൽ എന്താ പറയുക സിസ്റ്റർ ഇൻ ലോയൊക്കെ എൻ്റെ അടുത്ത് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എതിർക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും ആരുടെ അടുത്തെങ്കിലും. എനിക്കത് മറച്ചു വെച്ചിട്ട് എൻ്റെ അമ്മ ചെയ്താലും അച്ഛൻ ചെയ്താലും ആര് ചെയ്താലും ഞാൻ അങ്ങ് ഡിസ്കസ് ചെയ്യും. ഐ ആം ലൈക്ക് ദാറ്റ്. അപ്പോൾ എല്ലാവരും പറയും നീ ഇങ്ങനെ ഒരു തുറന്ന പുസ്തകം ആകാൻ പാടില്ല എന്ന് പറയും. തുറന്ന പുസ്തകം ആകണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ കറേജിയസ് ആകണം. നമ്മൾ നേരെ നിന്നിട്ട് നമുക്കതിനെ കോൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം അല്ലേ. ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ എന്തെല്ലാം കഥകളാണ് ഇന്ദിരാഗാന്ധിനെയും ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിനെയൊക്കെ പറ്റി പേഴ്സണലായിട്ട് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അവർ മനുഷ്യരാണ് അല്ലേ. അവർക്കും ചില എന്താ പറയണ ഒരു ചെറിയ കാലിടറുകൾ സംഭവിച്ചാൽ അതൊരു കുറ്റമാണോ? അതൊരു കുറ്റമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അങ്ങനെയാണ്. അവർക്ക് മറ്റുള്ളവരെ നന്നാകുന്നത് ഇഷ്ടമല്ല. പിന്നെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ, ഇപ്പം മക്കളൊക്കെ നല്ല ഇങ്ങനെ പല പല യൂണിവേഴ്സിറ്റീസിലൊക്കെ കിട്ടില്ലേ, ഒരു നന്മ വാക്ക് ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഇങ്ങനെ ഒരാൾ നന്നാകുന്നതിൽ ജലസിയും എൻവിയസുമായിട്ടുള്ള ചില പേഴ്സണാലിറ്റീസ് ഒരു കുട്ടിക്ക് നല്ലൊരു അഡ്മിഷൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയാൽ അതിനെ താഴ്ത്തിയേ പറയുള്ളൂ. നല്ല വാക്ക് അവരിൽ നിന്ന് വരാൻ ഉള്ള ഒരു ചാൻസേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബി വെയർ ഫ്രണ്ട്സ്. ഇത് ബ്രദേഴ്സ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, സിസ്റ്റേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ എന്നെ. അപ്പോൾ ബ്രദേഴ്സിനാണ് കൂടുതൽ. ഇപ്പോൾ സിസ്റ്റേഴ്സും ഇതുപോലത്തെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു മലയാളി ഒരു ലേഡി ഉണ്ടല്ലോ നല്ലതായിട്ട് ചെയ്യുന്നതാ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ വിവാഹത്തിൻ്റെയോ എന്തോ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടതാണ്. ഏതോ ഒരു സ്ത്രീ താഴെ വന്നിരുന്ന് മഹാവൃത്തികെട്ട രീതിയിൽ കമൻസ് എഴുതി വിടുമായിരുന്നു. അവരെ പോലീസിലേൽപ്പിക്കാൻ പോകണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ആയിട്ടുണ്ടോ? ബട്ട് അത് ശരിയല്ല. അതിൻ്റെ ഇടയിൽ വൃത്തികേട് തന്നെയാണ് പറയണത്. എന്തൊക്കെയോ ആണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറയാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. ഇതൊരു മോശമാണല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. വളരെ വളരെ എന്താ അതിന് പറയുക, അതിനൊരു മനോരോഗം എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നാകുന്നതിലുള്ള അസൂയ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം ആ പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾക്കും വീട്ടിൽ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും. അപ്പം ആ ഭാര്യയെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് അല്ലേ. അപ്പം മനസ്സിലാകും അത് എവിടെയാണ് കൊള്ളുന്നതെന്ന്. അയ്യോ എൻ്റെ വീട്ടിലാരും ഇങ്ങനെയൊന്നുമല്ല, പുറത്തുള്ളവരൊക്കെ മോശം. മനസ്സിലായോ? ചില ആളുകളുണ്ട് പുറത്തുള്ളവരൊക്കെ മോശമാണ്, എൻ്റെ വീട്ടിലാരും ഇങ്ങനെയല്ല, എൻ്റെ വീട്ടിലെല്ലാവരും പെർഫെക്റ്റാണ്. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. സോ പ്ലീസ് ബി വെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. ഡോണ്ട് ഡു ദിസ്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ആ കർമ്മക്കണക്ക് ആവശ്യമില്ലാണ്ട് നിങ്ങൾ വലിച്ചു വെക്കുകയാണ്. എവിടെന്നോ പോകുന്ന കണക്കുകൾ അല്ലേ. ആ കണക്കുകളൊന്നും നമുക്ക് ഇവിടെ വെച്ച് വീട്ടാൻ പറ്റില്ല സുഹൃത്തെ. നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ജീവിക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും എൻ്റെ അനുഭവം തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഐ വാസ് ഡിവാസ്റ്റേറ്റഡ് ഫോർ 2-3 days. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും പ്രായമുള്ള എന്നെപ്പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കിട്ടുന്നതാണ്? ഉയരത്തിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അവരെക്കാൾ ഉയരത്തിലാണ് ഞാനെന്ന് തോന്നി കാണും. അതായിരിക്കും കല്ലെറിയുന്നത് അല്ലേ. എനിവേ, ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു സേ. പക്ഷെ സൂക്ഷിക്കുക, ജോലി വരെ പോയേക്കാം. ജോലി പോകുന്നത് മാത്രമാണോ? ഇവിടത്തെയൊക്കെ ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കി എടുക്കണമെങ്കിൽ തന്നെ വക്കീൽ ഫീസൊക്കെ എത്രയാണെന്നറിയോ? ഇവിടെ ഈ ഇടയ്ക്ക് ഒരു ഡിവോഴ്സ് കേസ് ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്നത് തന്നെ 50,000 ദിർഹത്തോളം ചിലവായി.
വക്കീൽ ഫീസും പിന്നെ ഇതും ഒക്കെ ആയിട്ട് നല്ല ചിലവ് വരും. അപ്പോൾ 50,000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല എമൗണ്ട്, 10-12 ലക്ഷം രൂപയാവില്ലേ. ഒരു വർഷമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസ ഓരോരോ കേസിനും അതിനും ഇതിനൊക്കെ കൊണ്ട് നടന്ന് നാട്ടിൽ ആൾക്കാർ കഷ്ടപ്പെട്ട് ചിലപ്പം വിസിറ്റ് വിസയിൽ വന്ന് ജോലി ആയ ആളുകളൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. ഡോണ്ട് ഡു ഇറ്റ്, ജസ്റ്റ് റിഫ്രെയിൻ ഫ്രം ഇറ്റ്. അതാണ് നല്ലത്. കാരണം നമ്മൾ കോൺഷ്യസ്ലി അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുള്ളി ജീവിച്ചാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്തിനാണ് ഒരു ആളെ കുത്തി നോവിച്ചിട്ട് അവൾ വലിയൊരാൾ, അങ്ങനെയല്ല. അവൾ വലിയ ആളാകുന്നത് നിങ്ങളവരെ പുറകിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ നേരെ വന്ന് ചോദിക്കാൻ തൻ്റെ ഉള്ള ആളുകൾ വന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെ കംപ്ലീറ്റ് വലിച്ചു വാരി തറയിലടിച്ച് തേക്കരുത്. അങ്ങനെ തേച്ചാൽ ഞാൻ ജയിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ ജയിച്ചിട്ടില്ല. നിങ്ങൾ ചിത്രഗുപ്തൻ്റെ കർമ്മക്കണക്കിൽ ഓരോ ഏട് എഴുതി ചേർക്കുകയാണ് കേട്ടോ. ശരി, പിന്നീട് വരാം നാളെ. ചിയേഴ്സ്.